സ്നേഹമുള്ളവരെ, ഈ വീഡിയോ ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെ ഡോക്ട്രിനൽ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു കത്തിൻ്റെ ലഘുലേഖയുടെ അടിസ്ഥാനത്തിലാണ്. ആ കത്തിൻ്റെ പ്രധാന പ്രമേയം ഇതാണ്: ക്രൈസ്തവർക്ക് ഓണം ആഘോഷിക്കാനാവുമോ? ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഓണത്തെക്കുറിച്ച് ചെയ്ത ഒരു വീഡിയോ ഓർക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലൊക്കെ അവർ ഒരുപാട് നന്മ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനം സഭയ്ക്ക് ചെയ്തിട്ടുണ്ട്, ക്രൈസ്തവ സഭയ്ക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പുകളിലൊക്കെ ശക്തമായ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഓണം ആഘോഷിക്കാൻ പാടില്ല, കാരണം അത് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. അപ്പോൾ അത് ശരിയല്ലെന്നും ഓണം മതപരമായ ഒരു ആഘോഷത്തെക്കാൾ ഉപരി സാംസ്കാരികമായ ആഘോഷമാണെന്നും അതിനൊരു ചരിത്രമുണ്ടെന്നും അതിൻ്റെ ഐതിഹ്യമുണ്ടെന്നും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു, 1961 മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് ഓണം മാറുന്നുള്ളൂ. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പട്ടം താണുപിള്ളയാണ് ഓണത്തെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിച്ചത്. പിന്നീട് അത് സാംസ്കാരിക മാനം കൈവരിക്കുന്നു. 1980 കാലഘട്ടത്തിലൊക്കെ അത്തച്ചമയ ഘോഷയാത്രകൾ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു. ഇ കെ നായനാരുടെയും കെ കരുണാകരൻ്റെയൊക്കെ കാലഘട്ടത്തിൽ. അങ്ങനെ അത് ഒരു സാംസ്കാരികമായ മാനത്തിലേക്ക് മാറി. പക്ഷേ സാർവത്രികമാകാൻ തുടങ്ങുന്നത് ശരിക്കും ഇങ്ങനെ ഗവൺമെൻറ്റുകൾ ആഘോഷിച്ചാൽ മാത്രം അത് ഗവൺമെൻറ് ആഘോഷിച്ചാൽ മാത്രം അത് സാർവത്രികമാകില്ല. ഏറ്റവും കൂടുതൽ സാർവത്രികമാകാനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കുട്ടികൾ, യുവജനങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളാണല്ലോ, കോളേജുകളും സ്കൂളുകളും ഒക്കെ ആണല്ലോ. അപ്പോൾ 1961 ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ പ്രബല സമുദായം ക്രൈസ്തവ സമൂഹമാണ്. 22% ഉണ്ട് അന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കൂളുകളും കോളേജുകളും ഒക്കെ ക്രൈസ്തവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ വ്യക്തികളൊക്കെ ഒരുപാട് പേര് പഠിച്ചിറങ്ങിയത് ക്രൈസ്തവ സ്ഥാപനങ്ങളിലാണ്. ഇന്നും അതിൻ്റെ മേന്മയിൽ ദേശീയ ലിസ്റ്റിലൊക്കെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ തന്നെയാണല്ലോ അതിൻ്റെ മുൻഗണനയിൽ നിൽക്കുന്നത്. ഏതായാലും ഇവിടങ്ങളിലാണ് ഓണം സാർവത്രികമായിട്ട് ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെയാണ് സ്കൂളുകളിലും കോളേജുകളിലും, എന്തിനേറെ വേദപാഠ ക്ലാസ്സുകളിലോടനുബന്ധിച്ച് പോലും, മതപഠന ക്ലാസ്സുകളിൽ, സൺഡേ സ്കൂളുകളോടനുബന്ധിച്ച് പോലും ഓണം ആഘോഷിച്ചിരുന്നു. പൂക്കളം ഉണ്ടായിരുന്നു, ഓണക്കളികൾ ഉണ്ടായിരുന്നു. അപ്പോൾ വിപുലമായ രീതിയിൽ അങ്ങനെ ആഘോഷിച്ചാണ് ഇത് സാർവത്രികമായിട്ട് മാറിയത്. മുസ്ലിം വിഭാഗങ്ങൾ അത്ര അങ്ങോട്ട് അതിന് താല്പര്യം വരുത്തിയിരുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗ് പോലെയുള്ള മതേതര സങ്കല്പങ്ങൾ പുലർത്തുന്ന പാർട്ടികളിലൂടെയൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൂടെ അങ്ങനെ അത് മുസ്ലിം സമുദായവും പതുക്കെ ഏറ്റെടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന രീതിയിൽ. അത് കേരള ചരിത്രത്തിലെ ഈ ശ്രീധര മേനോൻ്റെ ഒക്കെ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സമയത്ത് കുറേ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഹൈന്ദവർ പോലും വന്നിട്ട് അതിനെതിരെ മോശമായിട്ടുള്ള ഇതൊക്കെ ഇടാനായിട്ട് ഇടവന്നു. പക്ഷേ അത് പിന്നീട് അതിൻ്റെ മറുപടികളിലൊക്കെ വിശദീകരിച്ച് ആ കാര്യങ്ങൾ ഇതായി. ഏതായാലും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് സീറോ മലബാർ ഡോക്ട്രിനൽ കമ്മീഷൻ്റെ വിശദീകരണമാണ്. ആ കമ്മീഷനിലെ അംഗങ്ങൾ, ഓർക്കുക, നിസ്സാരക്കാരല്ല, ഇവരെല്ലാം വളരെ പ്രാഗൽഭ്യമുള്ള മതമേലധ്യക്ഷന്മാരാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന പോലെ മറ്റ് കാര്യങ്ങളോട് ചേർന്ന് ക്രൈസ്തവ സഭയുടെ തലവന്മാരെ നമുക്ക് താരതമ്യപ്പെടുത്താനാവില്ല. കാരണം അവർ സെക്കുലർ ഡിഗ്രി ഉള്ളവരും അതുപോലെ മതപരമായ കാര്യങ്ങളിൽ വിജ്ഞാനമുള്ളവരൊക്കെയാണ്. അവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ലേണഡാണ്, പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഇതിൻ്റെ ഉള്ളത്. അത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാമ്പളാനി പിതാവുണ്ട്, അതുപോലെ ഇത് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ജോസ് പുള്ളിക്കപ്പിതാവുണ്ട്. ഇതിൻ്റെ ചെയർമാൻ തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്രാനായിട്ടുള്ള ടോണി നിലങ്കാവിൽ പിതാവാണ്. അപ്പോൾ അവരുടെ ആ ഡോക്ട്രിനൽ കമ്മീഷൻ എന്നാണ് ഇത് വരുന്നത്. സെബാസ്റ്റ്യൻ ചാലക്കലച്ചനാണ് ഇത്, ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കലച്ചനാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: കേരളത്തിൽ സാർവത്രികമായി ആഘോഷിക്കപ്പെട്ടിരിക്കുന്ന ഉത്സവമാണ് ഓണം. ക്രൈസ്തവർ കാലങ്ങളായി ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ ഓണത്തെക്കുറിച്ച് തെറ്റിദ്ധാരണപരമായ കാര്യങ്ങൾ വചനപ്രഘോഷണ വേദികളിൽ നിന്ന് പോലും വരുന്നു. അതിനാൽ ഇതിനെക്കുറിച്ച് സഭയുടെ നിലപാട് വ്യക്തമാക്കുന്നു എന്ന രീതിയിലാണ് അത് മുമ്പോട്ട് പോകുന്നത്. എന്നിട്ട് അതിന് 2-3 തലക്കെട്ടുണ്ട്. ഒന്ന്, മതാന്തര സംവാദത്തിൻ്റെ ആവശ്യം എന്താണ്, മറ്റു മതങ്ങളിലെ നന്മയെ നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യം, അതെല്ലാം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം
വ്യക്തമായ ഭാഷയിൽ പറയാണ്. ഓണം എന്ന് പറയുന്നത് ക്രൈസ്തവർ ആഘോഷിക്കുന്നത് സാംസ്കാരിക ഉത്സവം എന്ന നിലയിലാണ്. ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള വടംവലിയും അതുപോലെ ഓണക്കളികളും ഓണസദ്യയുമെല്ലാം സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും വലിയ അനുഷ്ഠാനമായിട്ടാണ് ക്രൈസ്തവർ കരുതുന്നത്. ആ അർത്ഥത്തിലാണ് ഓണത്തെ നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല. ഓണം നൽകുന്ന ഒരു സങ്കല്പം നീതിയുടെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ വിജയമാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം എന്നതിന് പ്രചോദനമായിട്ടാണ് ഈ ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഈ വിഭിന്നമായ രീതിയിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല. ഒന്നാം പ്രമാണ ലംഘനമാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല. ഓണം ആഘോഷിക്കുന്നത് വിശ്വാസവിരുദ്ധമാണ് എന്ന ചിന്താഗതി വേണ്ട എന്ന് വ്യക്തമായ രീതിയിൽ ഈ ലഘുലേഖ, ഈ കത്ത് നമ്മളോട് പറയുകയാണ്. അത് തീർച്ചയായിട്ടും വളരെ മനോഹരമായിരിക്കുന്നു. അത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ്. കാരണം പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആളുകളുടെ ചിന്ത തിരിഞ്ഞ് ഏത് നിലപാടാണ് ശരി എന്നറിയാതെ ആളുകൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സഭയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ, നിലപാടുകൾ അത് തീർച്ചയായിട്ടും വളരെ സഹായകമായിരിക്കും.